പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 11 ബുധൻ. 2 കൊരിന്ത്യർ 9 അധ്യായം 7 വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. വലിയ നോമ്പിന്റെ പാതി ബുധനാഴ്ചയാണിന്ന്. ഇന്ന് നാം ധ്യാനിക്കുന്ന ഈ വചനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് നാം കൊടുക്കുന്നത് ഏറെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. അതുമാത്രമല്ല, നാം മറ്റുള്ളവർക്ക് നൽകുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയമാണ് എന്ന സത്യമാണ്. നോമ്പ് നമ്മുടെ ഹൃദയം മാറ്റപ്പെടേണ്ട ഒരു ആത്മീയ യാത്രയാണല്ലോ. ഈ യാത്രയിൽ സ്വാർത്ഥത കുറഞ്ഞ് ദാനഹൃദയം വളർത്തേണ്ടതുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം കൊടുക്കുന്ന തുകയുടെ വലിപ്പത്തേക്കാൾ ഉപരി നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. നാം പലപ്പോഴും മറ്റുള്ളവർക്ക് നൽകുന്നത് പതിവ് കൊണ്ടോ, മറ്റുള്ളവർ കാണുമോ എന്ന ചിന്ത കൊണ്ടോ, അല്ലെങ്കിൽ നിർബന്ധം കൊണ്ടോ ആണ്. ദൈവം കാണുന്നത് നമ്മുടെ കയ്യിലുള്ളതായ തുകയല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാടാണ്. സന്തോഷമില്ലാതെ കൊടുക്കുന്ന ദാനം ആത്മാവില്ലാത്തൊരു പ്രവൃത്തി പോലെയാണ്. എന്നാൽ സന്തോഷത്തോടെ കൊടുക്കുന്ന ദാനം ദൈവസന്നിധിയിൽ ഒരു സ്തുതിഗീതമായി ഉയരുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം സൂചിപ്പിക്കട്ടെ. ഒരു ഗ്രാമത്തിൽ 2 കർഷകർ ഒരു ദാനം നൽകി. ഒരാൾ വലിയ തുക നൽകി, പക്ഷെ അത് കൊടുക്കുമ്പോൾ തൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരുന്നു. മറ്റൊരാൾ ഒരു ചെറിയ തുക നൽകി, എന്നാൽ മുഖത്ത് പുഞ്ചിരിയോടെ, ദൈവമേ, ഇതെല്ലാം നിനക്കുള്ളതാ, ഞാൻ മടക്കി കൊടുക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ന് നന്ദിയോടെ പറഞ്ഞു. കാലം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കർഷകന്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. കാരണം അവൻ നൽകിയത് പണത്തെക്കാൾ ഉപരി വലിയതായ സന്തോഷവും നന്ദിയുമായിരുന്നു. യേശുക്രിസ്തു നമുക്കൊരു വലിയ മാതൃകയാണ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. അവൻ തൻ്റെ സമ്പത്ത് മാത്രമല്ല, തൻ്റെ ജീവിതം തന്നെ നമുക്ക് നൽകി. അതും നിർബന്ധത്താലല്ല, സ്നേഹത്താൽ തന്നെ നൽകി. ക്രൂശിൽ പോലും അവൻ തൻ്റെ ജീവിതം സമർപ്പിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തികഞ്ഞ സന്തോഷത്തോടെയല്ലേ. അതുകൊണ്ട് നാം കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് നൽകേണ്ടതുണ്ട്. നമുക്കിന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കാം: ഞാൻ കൊടുക്കുന്നത് സന്തോഷത്തോടെയാണോ? എൻ്റെ ദാനം എൻ്റെ ഹൃദയത്തിൻ്റെ സാക്ഷ്യമാണ്. ഞാൻ കൊടുക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ടോ? നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ പണം മാത്രമല്ല, സമയം, ക്ഷമ, പ്രോത്സാഹനം, സ്നേഹം എന്നിവയും കൊടുക്കുവാൻ നാം പഠിക്കേണ്ടതുണ്ട്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. നമ്മുടെ കൈ തുറക്കുമ്പോൾ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കും. നാം ഹൃദയം വിശാലമാക്കുമ്പോൾ ദൈവകൃപ അതിൽ നിറയും. അതുകൊണ്ട് ദൈവമേ, എനിക്ക് കൂടുതൽ ലഭിക്കട്ടെ എന്നല്ല, ദൈവമേ, എനിക്ക് കൂടുതൽ കൊടുക്കുവാൻ കഴിയണമേ എന്നായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത്. കാരണം കൊടുക്കുന്ന കൈ ഒരിക്കലും ശൂന്യമാകുകയില്ല. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സന്തോഷത്തോടെ കൊടുക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിർബന്ധമില്ലാത്ത സ്നേഹവും നന്ദിയുള്ള മനസ്സും ഞങ്ങളുടെ ഉള്ളിൽ വളർത്തണമേ. ഞങ്ങളുടെ ജീവിതം ദാനത്തിൻ്റെ സാക്ഷ്യമായി മാറ്റണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.